All of you, good morning. Welcome to our accountancy class. In the previous class, we discussed about two accounting principles. They are accounting period principle and dual aspect principle. Then, what is accounting period principle? Accounting period principle പ്രകാരമാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരു പ്രത്യേക ടൈം ഇൻ്റർവെല്ലിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ? ഡ്യുവൽ ആസ്പെക്ട് മീൻസ് ദർ ഈസ് two aspects. They are receiving aspect and giving aspect. അതുപോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളതും ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ദെൻ എന്തായിരുന്നു അക്കൗണ്ടിങ് ഇക്വേഷൻ? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇൻ ദിസ് ക്ലാസ് we are going to discuss about another accounting principles. They are matching principle, full disclosure principle, historical cost principle, and verifiable objective principle. First one, matching principles. Matching principle, it is the measurement of performance of business in an accounting period through the trading profit and loss account. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തെ പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ വർഷത്തെ എക്സ്പെൻസസും ഇൻകംസും മാച്ച് ചെയ്യുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ ചെയ്യുന്നത് എക്സ്പെൻസും ഇൻകംസും മാച്ച് ചെയ്യണം. ഇൻകം ഏൺഡ് ഇൻ ആൻ അക്കൗണ്ടിങ് പീരിയഡ് മാച്ച്ഡ് വിത്ത് എക്സ്പെൻസസ്. ഒരു വർഷത്തെ ഏൺ ചെയ്ത ഇൻകം ആ വർഷത്തെ എക്സ്പെൻസുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദസ് മാച്ചിങ് ആൻഡ് പീരിയോഡിസിറ്റി കൺസെപ്റ്റ് വർക്ക് ടുഗദർ ടു നോ പ്രോഫിറ്റ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി. അടുത്തത് പറയുന്നത് മാച്ചിങ് പ്രിൻസിപ്പിളും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള പീരിയോഡിസിറ്റി പ്രിൻസിപ്പിളൊക്കെ ഒന്നിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് ടുഗദർ ഫോർ അസർട്ടൈനിങ് പ്രോഫിറ്റ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും അതുപോലെ ആ ബിസിനസ്സിൻ്റെ അസറ്റും ലയബിലിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പ്രിൻസിപ്പിളും ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ മീൻസ് സപ്ലൈഡ് വിത്ത് ഓൾ റെലവൻറ്റ് ഇൻഫോർമേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനും ബിസിനസ് സ്ഥാപനം ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് മീൻസ് വെളിപ്പെടുത്തണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ വലിയ എമൗണ്ടുകളായിരിക്കും. എന്തു തന്നെ ആയാലും അത് ബിസിനസ് ഫുള്ളായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ. ഇനി ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരമാണ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിൽ ഡിഫറെൻറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ആ മെത്തേഡ് ഓഫ് ഏത് മെത്തേഡാണോ യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളൊക്കെ ഏത് മെത്തേഡാണോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ബാലൻസ് ഷീറ്റിൻ്റെ ഫുട് നോട്ടായിട്ട് കാണിക്കും. അതുപോലെ ഏത് മെത്തേഡാണോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ബാലൻസ് ഷീറ്റിൻ്റെ അടിയിൽ കാണിക്കണം. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ
പറയുന്നത്. എന്താണോ അവിടെ ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ആസ് ബാലൻസ് ഷീറ്റ് ഓഫ് ഫുട് നോട്ട്. അതുപോലെ തന്നെ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. എന്താണ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്? ഇറ്റ് മേ ഓർ മേ നോട്ട് ബിക്കം ലയബിലിറ്റി. ഒന്നുകിൽ അത് ലയബിലിറ്റി ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനെ പറയുന്ന പേരാണ് കണ്ടിജൻറ്റ് ലയബിലിറ്റി. അതും നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫുട് നോട്ടായിട്ട് കാണിക്കണം. ദെൻ നെക്സ്റ്റ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഗിവൺ ബൈ വേ ഓഫ് ഫുട് നോട്ട്. അതുപോലെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫുട് നോട്ടായി കാണിക്കണം. ഇതാണ് ഫുൾ ഡിസ്ക്ലോഷർ ഇൻ പ്രിൻസിപ്പിൾ. അതായത് ഇറ്റ് ഡിസ്ക്ലോസ് ഓൾ റെലവൻറ്റ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദെൻ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് all transactions should be recorded at their acquisition cost. Acquisition cost means purchase cost. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം സാധനം വാങ്ങിയ വിലയിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പർച്ചേസ് പ്രൈസ് എത്രയാണോ, വാങ്ങിയ വില എത്രയാണോ അത് വെച്ചിട്ടാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ വാങ്ങിയ വില എത്രയാണോ അതാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ഇങ്ങനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണ്. ഫോർ എക്സാമ്പിൾ, ബിസിനസ് പർച്ചേസ്ഡ് എ മെഷീനറി ₹20,000 ബട്ട് ഇൻ മാർക്കറ്റ് വാല്യൂ ₹25,000. The asset should be recorded in the books at ₹20,000 ബിക്കോസ് ഓഫ് കോസ്റ്റ് കൺസെപ്റ്റ്. അതായത് ഒരു മിഷനറിയുടെ വാങ്ങിയ വില 20,000 രൂപയാണ്. ഇന്ന് ആ അസറ്റിന് മാർക്കറ്റ് വാല്യൂ 25,000 രൂപയുണ്ട്. മാർക്കറ്റ് വാല്യൂ 25,000 രൂപ ഉണ്ടെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് 20,000 രൂപയായിരിക്കും. കാരണം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരം 20,000 രൂപയാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ വെരിഫയബിൾ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ്ങിലെ എല്ലാ മിസ്റ്റേക്കുകളും കണ്ടെത്തുന്നത് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എല്ലാ ട്രാൻസാക്ഷനും, അതായത് പർച്ചേസ് ആണെങ്കിലും സെയിലാണെങ്കിലും അതുപോലുള്ള എല്ലാ ട്രാൻസാക്ഷനും ബിൽസോ വൗച്ചേഴ്സോ ഇൻവോയ്സോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഭാവിയിൽ നമുക്കത് വെരിഫൈ ചെയ്യാനുള്ള ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ്. ദിസ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ടു ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് എറേഴ്സ്. തെറ്റുകളും അതുപോലെ മിസ്റ്റേക്കുകൾ, ഫ്രോഡ്, എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ടു എൻഷുർ ദ അക്കൗണ്ട്സ് ഫ്രീ ഫ്രം ഫ്രോഡ്. അക്കൗണ്ട്സ് ഫ്രോഡ് മീൻസ് കള്ളത്തരങ്ങൾ ചെയ്യാത്തതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന പ്രിൻസിപ്പിളാണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് ഓഫ് അക്കൗണ്ടൻറ്റ്. അക്കൗണ്ടൻറ്റിൻ്റെ പേഴ്സണൽ ബയാസ് ഒന്നും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാത്തത് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. മേക്കിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മോർ റെലവൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റെലവൻ്റ് ആവുന്നത് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ് വർക്കുകൾ റെലവൻ്റ് ആവുന്നത് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. I conclude my topic. In this class, we discussed about accounting principles. They are matching principles, principle of full disclosure, historical cost principle, and last one, verifiable objective principles. Matching principle means to match expenses and incomes to find out profit or loss. Second one, full disclosure.
to supplied with all relevant information. Historical cost principle means to record the purchase cost of an asset. Verifiable objective principle means it helps to detect frauds and errors. Thank you.